ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പറയുന്നു. വിധി പുറത്തു വരുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ കോടതി നടപടി നേരത്തെ തുടങ്ങിയിരുന്നു. കാമുകി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു ഇന്ന് വിധി പറയാൻ മാറ്റിവെച്ചത്. ഏതായാലും കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഇക്കാര്യം വ്യക്തവുമായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ കൊല നടത്തിയത് എന്ന് ഒരു കൊടും ക്രൂരതയായിരുന്നു അതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. സ്നേഹിച്ച ഒരാളെ വിഷം കലർത്തിയ പാനീയം കൊടുത്ത് അത് തുടരെ കൊടുത്ത് പതിയെ അയാളെ കൊല ചെയ്യുകയായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദവും ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ വിധി വരുന്നു. ഗ്രീഷ്മ കുറ്റക്കാരി. രശ്മി, കോടതിയിൽ നിന്നുള്ള ഇപ്പോഴുള്ള വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുണ്ട്. കോടതി ഇപ്പോൾ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മയെ ഈ കേസിൽ വെറുതെ വിട്ടു എന്നുള്ളതാണ്. ഏതായാലും ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. വലിയ വിവാദമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇതിൽ പലതവണയും, അതായത് ഇത്രത്തോളം സാക്ഷികളെ ഇക്കാര്യത്തിൽ ഏതാണ്ട് 96ഓളം സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ ഒന്നാം സാക്ഷിയായി ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ ഷാരൂണിന്റെ സഹോദരൻ ഷിമോൺ തന്നെയാണ്. ഷിമോണാണ് ഇത് ആദ്യം തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് ഷിമോണിന്റെ ചില സംശയങ്ങളാണ്. അതിനുശേഷം ഈ ഷാരൂണിനോടൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയ രണ്ടാമത്തെ സാക്ഷിയും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഷാരൂൺ തുടർച്ചയായി ഛർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അവൾ എനിക്ക് പണി തന്നു എന്ന് ഷാരൂൺ ഇത്തരത്തിൽ സുഹൃത്തിനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിർണായകമായിട്ടുള്ള വിധി നമുക്കിപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെയ്യാറ്റിൻകര കോടതിക്ക് മുൻപിലാണ് നമ്മൾ ഉള്ളത്. ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ അമ്മാവനും ഒപ്പം തന്നെ അമ്മയും ഒക്കെ തന്നെ കൂട്ടുപ്രതികളാണ്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മയെ ഇതിൽ വെറുതെ വിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഏതായാലും ഈ ഒരു പ്രണയത്തിന്റെ പേരിൽ വലിയ ഒരു ചതി നടക്കുന്നു. ഷാരൂൺ ആശുപത്രിയിൽ തുടരുന്ന സമയത്തൊക്കെ തന്നെ ഷാരൂണിനോടൊപ്പമായിരുന്നു. ആ ഒരു വേദനയിൽ, തന്റെ കാമുകൻ ആശുപത്രിയിൽ കിടക്കുന്ന വേദനയിലായിരുന്നു ഇത്തരത്തിൽ ഗ്രീഷ്മ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് ഈ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായൊരു തെളിവില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗം വാദിച്ച ഒരു കാര്യം. പക്ഷേ അതിൽ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി ഈ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കുന്ന ഒരു സാഹചര്യം. മുൻപും പലതവണ ഈ ജ്യൂസ് ചലഞ്ച്, അതോടൊപ്പം തന്നെ പലതരത്തിൽ ഉള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നു. ഗൂഗിളിൽ നിരന്തരം ഈ വിഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. കൃത്യമായി ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ, സാഹചര്യ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിചാരണയൊക്കെ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ വിധിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യമായി അറിയാൻ കഴിയുന്നത് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി നിശ്ചയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതായത് ഗ്രീഷ്മ കുറ്റക്കാരി, അമ്മയെ വെറുതെ വിട്ടു, അതേസമയം അമ്മാവനും കുറ്റക്കാരൻ. ഷാരോൺ വധക്കേസിൽ വിധി വരുന്നത് ഇങ്ങനെയാണ്. ഗ്രീഷ്മ കുറ്റക്കാരി, ഗ്രീഷ്മയുടെ അമ്മാവൻ കുറ്റക്കാരൻ, ഗ്രീഷ്മയുടെ അമ്മ രണ്ടാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ ഉണ്ടായിരുന്നത് തെളിവ് നശിപ്പിച്ചെന്ന കുറ്റങ്ങളായിരുന്നു. പക്ഷേ ഗ്രീഷ്മയുടെ അമ്മ, രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷേ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും ഗ്രീഷ്മയുടെ പ്രവൃത്തികൾ, ഗ്രീഷ്മ എങ്ങനെയാണ് ഷാരൂണിനെ കൊന്നത് എന്ന് കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയ്ക്കു തന്നെ ഇനി എന്ത് വിധി എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. അത് ഉണ്ടാകും. ഏതായാലും ഗ്രീഷ്മ കുറ്റക്കാരി, അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു, അമ്മാവൻ നിർമ്മലകുമാരൻ നായർ കുറ്റക്കാരൻ എന്ന് കോടതി പറയുന്നു. തുടരാം രശ്മി. പുറത്തേക്ക് വരികയാണ്. ഇതിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളതാണ് ഇതിൽ വിധിച്ചിരിക്കുന്നത്. ഏതായാലും ശിക്ഷ നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്മാവൻ നിർമ്മലകുമാരന് കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. അമ്മയും അമ്മാവനുമായിരുന്നു കൂട്ടുപ്രതികൾ. ഇതിൽ അമ്മാവൻ നിർമ്മലകുമാരൻ കുറ്റക്കാരനാണ്. അമ്മയെ വെറുതെ വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളതാണ്. ഏതായാലും ശിക്ഷ ഇന്ന് വിധിക്കില്ല. നാളെ ആയിരിക്കും ശിക്ഷ. നാളെ
ആയിരിക്കും വിധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. കോടതിയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഇത്തരത്തിലാണ്. ഏതായാലും പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. കാരണം ഇതിൽ കൃത്യമായി തന്നെ പ്രതിഭാഗത്തെയും പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെ പ്രോസിക്യൂഷൻ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കണ്ടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി ഒരു ശിക്ഷ, അതായത് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നത് നാളെയാണ് എന്നുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കഷായത്തിൽ വിഷം കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തി എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഈ ഗൂഢാലോചനയിൽ പ്രതികളായിരുന്നു. ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ കഷായത്തിൽ കളനാശിനി കലർത്തി എന്നുള്ളതായിരുന്നു ഈ കേസ്. ഷാരൂണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോഴാണ് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി ഇത്തരത്തിൽ ഷാരൂണിനെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിലും ഷാരൂൺ ആദ്യഘട്ടത്തിലൊക്കെ ഈ ഒരു ജ്യൂസ് നൽകിയ സമയത്തൊക്കെ തന്നെ മുൻപും പലതവണയും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഷാരൂൺ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2022 ഒക്ടോബർ 14 ഷാരൂൺ ഈ കഷായം കുടിച്ചത്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 ദിവസത്തിനു ശേഷമാണ് ഷാരൂൺ മരണപ്പെടുന്നത്. ഷാരൂണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയും എല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരൂൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമായിരുന്നു ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ രീതിയിൽ അവർ വിഷമം അഭിനയിച്ച്, തന്റെ കാമുകൻ ആശുപത്രിയിൽ കിടക്കുന്നതിൽ വിഷമം അഭിനയിച്ചായിരുന്നു ഗ്രീഷ്മ മുന്നോട്ട് പോയത്. പക്ഷേ ഇത്തരത്തിൽ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരൂൺ പറഞ്ഞു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഷാരൂണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർമാർ കൈയാറിയ ശാസ്ത്രീയ തെളിവുകൾ വളരെ നിർണായകമായിരുന്നു. പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അതോടൊപ്പം തന്നെ നിർമ്മല കുമാരൻ നായരെയും പ്രതി ചേർത്തിരുന്നു. കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.